ഹായ് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ ലൂസ് തേയിലയ്ക്ക് വളരെയധികം വില കുറഞ്ഞിട്ടുണ്ട്. ഏതൊരു ബ്രാൻഡ് തേയില എടുക്കുവാണെങ്കിലും ലൂസ് തേയിലയിൽ വളരെയധികം വില കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു സാധാരണക്കാരനും നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. കാരണം നമുക്കറിയാം, മയൂർ, SRD, കണ്ണൻദേവൻ, AVT പോലുള്ള നല്ല ടോപ്പ് ബ്രാൻഡുകൾക്ക് 200 മുകളിലായിരുന്നു നേരത്തെ വരെ വില ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വരെ ഞാൻ നോക്കുമ്പോൾ 200 മുകളിൽ വരെ വില വന്നിരുന്നതാണ് മയൂർ, SRDയും അതോടൊപ്പം തന്നെ കണ്ണൻദേവനും AVT പോലുള്ള ബ്രാൻഡുകൾക്ക്. സൂര്യനെല്ലിയൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 220 രൂപ, RD ഗ്രേഡ് തേയിലയ്ക്ക് വരെ 220 രൂപ വരെ വില വന്നിരുന്ന ഒരു സാഹചര്യം. എന്നാൽ ഈ ഒരു ഹോൾസെയിൽ ലൂസ് തേയിലയ്ക്ക് വളരെയധികം ഇപ്പൊ വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. മയൂര, SRD ഒക്കെ 200-ന് താഴത്തേക്ക് വില വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു അത്തിക്കുന്ന പോലെയുള്ള ബ്രാൻഡ് തേയിലേക്ക് എടുക്കുവാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു അത്തിക്കുന്ന ബ്രാൻഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാക്കറ്റുകളാക്കി പാക്ക് ചെയ്ത് കടകളിൽ കൊടുക്കുകയാണെങ്കിൽ, വീടുകളിലും കടകളിലൊക്കെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതായത് 1 കിലോയിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു 50 രൂപയെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു ബോക്സ് തേയില എടുക്കുവാണെങ്കിൽ എനിക്ക് വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. ഒരു ബോക്സ് തേയില നിങ്ങൾ ഒരു ഓപ്ഷൻ ഡീലറിനെ, ഒരു ഹോൾസെയിൽ ഡീലറെ സമീപിച്ച് നിങ്ങൾ ഒരു ഫുൾ ബോക്സ് തേയില എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് പാക്കറ്റുകളാക്കി കടകളിലും വീടുകളിലും അത്യാവശ്യം ചായക്കടകളിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ലൂസ് തേയിലയ്ക്ക് വളരെയധികം വില കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഏതൊരു ബ്രാൻഡാണ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് താല്പര്യം, ഇപ്പൊ നിങ്ങൾക്ക് മയൂരയോ, സൂര്യനെല്ലിയോ, AVTയോ, കണ്ണൻദേവനോ, സൂര്യ പോലുള്ള ഏത് ടോപ്പായിട്ട് നിങ്ങൾക്ക് ഏതൊരു ബ്രാൻഡാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ, ഒരു ഓപ്ഷൻ ഡീലറെ സമീപിച്ച് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 5 കിലോ, 2 കിലോ, അതുപോലെ തന്നെ 1 കിലോ, അര കിലോ പാക്കറ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നേരത്തെ 8,000 രൂപയ്ക്ക് മുകളിലായിരുന്നു ലൂസ് തേയിലയ്ക്ക് വില വന്നിരുന്നത്. ഒരു ബോക്സ് തേയില എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 8,000 രൂപയെങ്കിലും ചുരുങ്ങിയത് വേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം. കാരണം മയൂര, SRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 × 40 എന്നൊക്കെ പറയുമ്പോ ഒരു 8,000 രൂപയോളം വില വരും. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് 10 രൂപയോളം കുറയുണ്ട്. അതായത് 7,600 രൂപ മയൂര, SRDക്ക് വില. അപ്പൊ 10 രൂപ കുറയുമ്പോൾ 190 രൂപ മയൂര, SRD തേയിലേക്ക് വില വന്നേക്കുന്നത്. 10 രൂപയാണ് കുറഞ്ഞത്. 220 രൂപ വരെ മയൂര, SRDയുടെ വില പോയിരുന്നതാണ്. 220, 215ആയി, 213ആയി, പിന്നെ അത് 215ആയി, 218ആയി. അപ്പൊ വില 5 രൂപ വില കുറയുമ്പോൾ വില 10 രൂപ വില കൂടുന്ന ആ ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുതൽ മുടക്കിൽ ബിസിനസ് ആരംഭിക്കാൻ, ഈ ഒരു ലൂസ് തേയില ബിസിനസ് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുമായിരുന്നു, ചേട്ടാ ഹോൾസെയിൽ തേയിലയ്ക്ക് നമ്മൾ വില ചോദിക്കുമ്പോഴത്തേക്ക് 200-ന് മുകളിലാണ് വില വരുന്നത്. ഞാൻ പറഞ്ഞു ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. 200-ന് മുകളിലാണ് പറയുന്നത്. കാരണം ഞാൻ പോലും തേയില എടുക്കുമ്പോൾ 210, 215 രൂപയ്ക്ക് മുകളിൽ വില വന്നിരുന്നുള്ളതാണ്. അപ്പൊ പല ഡീലർമാരും ഇതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് 10ഉം 15ഉം 50 ബോക്സ് ഒക്കെ എടുക്കുന്നവരുണ്ട്. അവർക്ക് പോലും 200-ന് മുകളിൽ തേയില കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കാനായിട്ടൊക്കെ ആഗ്രഹം നമുക്ക് ഉണ്ടാവും അല്ലെ. നമുക്ക് പക്ഷെ പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞാൽ ഇത്രയും വിലക്ക് നമ്മളൊരു ബോക്സ് എടുക്കണമെങ്കിൽ നമുക്കറിയാം എങ്ങനെ പോയാലും നമ്മുടെ ആ ഒരു പാക്കിംഗ് ചാർജും കവറിന്റെ ഇതുപോലുള്ള കിറ്റ് ചാർജും നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ പ്രിന്റ് ചെയ്യണതിന് ഇതിനെല്ലാത്തിനും കൂടെ നമുക്കൊരു എക്സ്പെൻസ് നമുക്ക് എന്തായാലും വേണ്ടി വരും അല്ലെ. ഒരു ചെറിയൊരു പൈസ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഇത് വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഇതിന് കിട്ടുന്ന ലാഭമാണ് നമ്മൾ നോക്കുന്നത്. ഏതൊരു ബിസിനസ് നമ്മൾ തുടങ്ങിയാലും നമ്മൾ വെറുതെ ഒരു എന്താ പറയുക, ഞാൻ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുള്ള വെറുതെ 10 പേരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് അല്ലെ. മറിച്ച് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. സാധാരണക്കാര്, അതായത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരും പ്രവാസികളൊക്കെ ഒരുപാട് പേര് നാട്ടിൽ വന്നിട്ട് ലൂസ് തേയില ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. കാരണം അവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് കുടുംബത്തോടൊപ്പം തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഈ ജോലി. അപ്പൊ 2 ബോക്സ് തേയിലയൊക്കെ ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ എടുക്കുന്നത്. അവർ എടുത്തിട്ട് അവർ വിൽപ്പന നടത്തുന്നത്. അപ്പൊ എന്നോട് ഏതൊക്കെ ബ്രാൻഡുകളാണ്, അപ്പൊ നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനൽ, നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അറിയാവുന്നതാണ്. എല്ലാം ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ട് വിൽപ്പന നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ച് അതിൽ നിന്നൊരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വരാതെ നിങ്ങൾക്ക് ഭാവിയിലും നല്ല രീതിയിൽ ആ ഒരു കച്ചവടം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡുകളാണ് ഞാൻ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് വീട്ടിൽ ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് ഒരു ഡീലറിനെ സമീപിച്ച് ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ പാക്ക് ചെയ്യാം. ഇതിപ്പോ ഒരു ഹോട്ടൽ ബ്ലെൻഡ് അല്ല ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. നിങ്ങൾ
ഞാൻ മുൻ വീഡിയോകളിലൊക്കെ ആയിട്ട് ഹോട്ടൽ ബ്ലെൻഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആണ്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വീട്ടിലും ചായക്കടകളിലും ഇപ്പൊ ചായക്കടകളിലൊക്കെ നമുക്കറിയാം കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളത്. ഇപ്പൊ ഒരു ചായക്കടയിൽ നമ്മൾ തേയില കൊണ്ടുവന്ന് കൊടുക്കുവാണെങ്കിൽ അവർ പറയും കടുപ്പമുണ്ട് പക്ഷെ ടേസ്റ്റ് ഇല്ല. വേറൊരു ചായക്കടയിൽ കൊണ്ടുപോയി നമ്മൾ കൊടുക്കുമ്പോൾ അവര് പറയുന്നത് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട് കടുപ്പമില്ല. അപ്പൊ കടുപ്പമുള്ളവർക്ക് അവർ പറയുന്നത് വെച്ചാൽ ടേസ്റ്റ് കിട്ടുന്നില്ല, ടേസ്റ്റ് കിട്ടുന്നവർ പറയും ചിലപ്പോൾ കടുപ്പം കുറവാണെന്ന് പറയും. ഇത് രണ്ടും കിട്ടുന്നുണ്ടെങ്കിൽ അവർ പറയും അവിടെ ഒരു കയ്പ് ചൊവ്വയുണ്ടെന്ന് പറയും. അപ്പൊ ഇതെല്ലാം നമുക്ക് തരണം ചെയ്ത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് തരണം ചെയ്ത് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള ബ്രാൻഡുകൾ എങ്ങനെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തുകൊണ്ട്, അതായത് ഹോട്ടൽ ബ്ലെൻഡ് ആക്കി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളത്. ഒരുപാട് ഗ്രേഡ് കാര്യങ്ങളുണ്ട് ലൂസ് തേയിലയിൽ. GD ഗ്രേഡ് എന്ന് പറഞ്ഞ ഗോൾഡൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ GD ഗ്രേഡ് ഒക്കെ ഉണ്ട്, PD ഗ്രേഡ് ഉണ്ട്, പെക്കോ ടെസ്റ്റ് എന്നാണ് PD ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്രേഡുകളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് വെച്ചാൽ നാളെ നിങ്ങൾ ഒരു ഓപ്ഷൻ ഡീലറെ സമീപിച്ച് നിങ്ങൾക്ക് SFD ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്ന ഈ തേയില ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് SFD ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ പകരം എടുക്കേണ്ടത് ഏത് ഗ്രേഡാന്നുള്ളത്. FD ഗ്രേഡ് ആണ്, അതായത് ഫൈൻ ഡസ്റ്റ് ഗ്രേഡ്. അപ്പൊ ഈ ഒരു ഫൈൻ ഡസ്റ്റ് സാധാരണ ഒരു ചെറിയ മുതൽ മുടക്കിലേക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റില്ല SFDക്ക് പകരം ഞാൻ ഏത് ഗ്രേഡാ ചേർക്കേണ്ടത് എന്നുള്ളത്. SRD ഗ്രേഡ് ആണോ അത് ഇനി RD ആണോ PD ആണോ ഏതാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുന്ന ഒരാൾക്ക് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് അറിയാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഈ ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് നാളുകൾ കഴിഞ്ഞ വ്യക്തികൾക്ക് അറിയണമെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. SFD കിട്ടിയില്ലെങ്കിൽ FD ഗ്രേഡ് മതി. ഇനി SFDക്ക് വില കൂടി നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് നിങ്ങൾക്ക് ആ ഒരു ഗ്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു FD ഗ്രേഡ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. SFD ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഓപ്ഷൻ ഡീലറിന്റെ അരികിൽ SFD ഗ്രേഡ് ഉണ്ടാകാം, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? FD ഗ്രേഡ് ചൂസ് ചെയ്യും അല്ലെ? എന്തുകൊണ്ടാ? വില നിങ്ങൾക്ക് എങ്കിലേ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. കാര്യം നമ്മൾ എത്ര ക്വാളിറ്റിയോടുകൂടി തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്താലും നമ്മൾ അവസാനം നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എത്ര രൂപ നമുക്ക് ഇതെല്ലാം കൂടെ ഈ 3 ഗ്രേഡ് 3 ബ്രാൻഡുകളൊക്കെ ബ്ലെൻഡ് ചെയ്ത് വന്നപ്പോൾ എത്ര രൂപ ശരാശരി ഒരു കിലോമേൽ വില വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് കൂട്ടി നോക്കും അല്ലെ? എങ്കിൽ എന്നിട്ടായിരിക്കും നമ്മൾ നമുക്ക് തന്ന ഓർഡർ തന്നേക്കുന്ന വ്യക്തിക്ക് നമ്മളിത് കൊടുക്കുള്ളൂ. ഒരു 100 കിലോ ഓർഡർ തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ആദ്യം ഒന്ന് കൂട്ടി നോക്കും ശരാശരി. അപ്പൊ നമ്മൾ ആദ്യമേ ആരെങ്കിലും നമ്മളെ സമീപിച്ച് വില ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയണത്? അത് പറയാം, നിങ്ങൾക്ക് എത്ര കിലോ ആണ് വേണ്ടതെന്ന് നമ്മൾ ചോദിക്കും അല്ലെ? ക്വാളിറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ചായക്കടക്കാണോ നിങ്ങൾ കൂടുതൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അപ്പൊ ചായക്കടകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള തേയിലയായിരിക്കും നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഹോട്ടൽ ബ്ലെൻഡ് ആക്കി നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ചോദിച്ച് അവർ 100 കിലോ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ പറയാം ഒരു ദിവസത്തിന് ശേഷം ഞങ്ങൾ വില കാര്യങ്ങൾ എത്രയാന്നുള്ളത് വിളിച്ച് പറയാന്നുള്ളത്. കാരണം എങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക എത്ര രൂപ ഇതിനകത്ത് വരുന്നുണ്ട്, നമുക്ക് മുതൽ മുടക്ക് എത്ര രൂപ വരുന്നുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് നമുക്കൊരു ലാഭം കാണണം. നമ്മൾ എത്ര രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 രൂപ എടുക്കുന്നവരുണ്ട്, 60 രൂപ എടുക്കുന്നുണ്ട്, 70 രൂപ എടുക്കുന്നുണ്ട്, 100 രൂപ വരെ ഒരു കിലോയിൽ മേൽ ലാഭം എടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ പറയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോട്ടൽ ബ്ലെൻഡിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഞാൻ നാച്ചുറലായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലെൻഡിങ് എനിക്ക് കിട്ടിയ ആ ഒരു ലാഭ കണക്ക്, കാരണം 9600 രൂപയോളം എനിക്ക് ആ ഒരു ഹോട്ടൽ ബ്ലെൻഡിലൂടെ എനിക്ക് ലാഭം കിട്ടിയ ഒരു കാര്യം. പക്ഷെ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിചാരിതമായിട്ട് സ്വാഭാവികമായിട്ടും ആ തേയില എടുത്തേക്കണ വ്യക്തികൾക്കാണെങ്കിൽ അവരാണെങ്കിൽ ഓർക്കുമ്പോൾ ഇത്രയും രൂപ ലാഭം ഞങ്ങളോട് എടുത്തിട്ടാണോ ഇദ്ദേഹം നമുക്ക് തേയില തന്നതെന്ന്. അപ്പൊ സ്വാഭാവികം നമ്മളോട് ചോദിക്കും, ഇത്രയും രൂപയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് തന്നൂടെ ചേട്ടന്, ഇത്രയും രൂപ ലാഭം കിട്ടിയില്ല ചേട്ടാന്ന്. അപ്പൊ എന്താ സംഭവം? ഇത് ഞാൻ നിങ്ങളുടെ 10 പേരെ ഞാനിത് അറിയിച്ച് ഞാനിത് 10 പേർക്ക് അറിയാം. നിങ്ങൾക്കൊരു ജീവിത മാർഗം ഈ ഒരു മുതൽ മുടക്കിൽ, ചെറിയൊരു മുതൽ മുടക്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് വീട്ടിലിരുന്ന് കഷ്ടപ്പെടുന്ന വീട്ടമ്മമാര്, സഹോദരി സഹോദരന്മാരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു വരുമാനം ആഗ്രഹിച്ച് അവർ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ അത് മറ്റൊരാൾ അവര് തന്നെ കാണുമ്പോ അവര് ഓർക്കണ വെച്ചാൽ 9600 രൂപ ഇദ്ദേഹം ലാഭം എടുത്തിട്ടാണ് നമുക്ക് തന്നേക്കണം, അപ്പൊ എന്തെങ്കിലും കൂടെ ഇദ്ദേഹത്തിന് ഒന്ന് കുറച്ച് തന്നൂടെ എന്നുള്ള ആ ഒരു ചോദ്യം. എന്നാൽ ഞാനിത് മിണ്ടാതെയും ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയാതെയും ഞാൻ അവരുടെ അടുത്ത് എനിക്ക് ആകെ കിട്ടുന്നത് ചെറിയൊരു വരുമാനമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഞാനത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. എന്നോട് അവർ ചോദിക്കത്തുമില്ല, ഇത്രയും രൂപ കിട്ടിയല്ലോ നിങ്ങൾക്ക് ഇത്തിരി കുറച്ച് തന്നൂടെ എന്നുള്ള ചോദ്യം വരുന്നില്ല. ഇത് എനിക്ക് കിട്ടിയത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം എന്റെ അടുത്ത് ചോദിക്കണത് എന്തെങ്കിലും കുറച്ച് തന്നൂടെ. സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ അത്രയും നമുക്ക് ഓർഡർ തന്നേക്കണ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് കൊടുക്കേണ്ട ആ ഒരു സാഹചര്യം വരും. കാരണം നമ്മുടെ ലാഭമാണ്. അപ്പൊ ആ ലാഭത്തിൽ നമ്മൾ കുറച്ച് കൊടുക്കും. എന്നിരുന്നാലും നമ്മളിത് ചെയ്യുന്നതിന് നമ്മളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് ചെയ്യുന്നത് നമ്മൾ മോക്ഷം കിട്ടാനോ നമ്മൾ എന്താ പറയുക പുണ്യ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണത്.
കുടുംബാംഗങ്ങൾക്ക് പോലും ബിസിനസ്സിന് വിലയില്ല എന്ന് പറയണം. അതായത് സ്വന്തം കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും ബിസിനസ്സിലൂടെ നമ്മളോട് ഇപ്പൊ ഒരു നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ സ്വന്തത്തിലുള്ളവരാണെങ്കിൽ പോലും നിങ്ങളോട് ഒരു 3 കിലോ തേയില എടുത്തു. ആ തേയില എടുത്തിട്ട് നിങ്ങളോട് പറയുന്നതാണ്, ആ അപ്പാ ശരി എന്നാൽ പിന്നെ കാണാൻ കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരിയാ, പിന്നെ കണ്ടാ മതി, പക്ഷെ പിന്നെ കാണണം. നിങ്ങൾ ആ പൈസ 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളോട് അവിടെ സ്വന്തം ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയില്ലെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ബന്ധങ്ങൾക്ക് ഒരു കാരണവശാലും വില കൽപ്പിക്കാതെ നിങ്ങൾ ബിസിനസ് വേറെ, സ്നേഹബന്ധങ്ങൾ വേറെ, ബിസിനസ് വേറെ, ആ ഒരു മൈൻഡ് ആയിരിക്കണം എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ അത് എന്റെ പരിചയക്കാരനല്ലേ, അവിടെ ഞാൻ ഒരു 20 രൂപ കുറച്ച് കൊടുത്തേക്കാം, അതെന്റെ കൂട്ടുകാരനല്ലേ, അപ്പൊ ലാഭം ഒന്നും വേണ്ട, മുതലിന് തന്നെ കൊടുത്തേക്കാം, നമ്മുടെയൊക്കെ എത്ര രൂപ മുതലായിട്ടുണ്ട്, ആ മുതലിന് തന്നെ തിരിച്ചു കൊടുത്തേക്കാം, ആ സാധനം കൊടുത്തേക്കാം. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് പാടില്ല. കാരണം എന്താ വെച്ചാൽ ബിസിനസ്സിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പരാജയം ഉറപ്പായിട്ട് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബിസിനസ് ചെയ്യുവാണെങ്കിൽ സ്വന്തം ബന്ധങ്ങളെല്ലാം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് വേണം ബിസിനസ് ചെയ്യാൻ. അവിടെ യാതൊരു ദാക്ഷിണ്യം നിങ്ങൾ കാണിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ നിങ്ങൾക്ക് മാർജിൻ പ്രോഫിറ്റ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു പ്രോഫിറ്റ് മേടിച്ച് തന്നെ നിങ്ങളുടെ വിൽപ്പന നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ടാറ്റാക്കാരുടെ ഒരു ബ്രാൻഡ് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് വീട്ടിലിരുന്ന്, ഞാനിപ്പോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ പാക്കറ്റുകളാക്കിയിട്ട് ഹോട്ടൽ ബ്ലെൻഡിനൊന്നും ചെയ്യാനായിട്ട്, ഇപ്പൊ ചെറിയ മുതൽ മുടക്കിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അവർക്ക് 3 ഗ്രേഡ് ഒക്കെ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ടൊക്കെ ഹോട്ടൽ ബ്ലെൻഡ് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിൽപ്പന നടത്താനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയും ചിലപ്പോൾ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഇറക്കാനായിട്ടുള്ള ആ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് ഇറക്കി ചെയ്യാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒറ്റ ഒരു ബ്രാൻഡ്. കാരണം ഇപ്പൊ തേയില വില, ലൂസ് തേയിലയ്ക്ക് നന്നായിട്ട് വില കുറഞ്ഞിട്ടുണ്ട്. മയൂര, സൂര്യേലി, എവിറ്റി, കണ്ണന്തവും പോലുള്ള പോപ്സ് പോലുള്ള എല്ലാവിധ ബ്രാൻഡഡ് ആയിട്ട് നിൽക്കുന്ന ടോപ്പ് തേയിലകൾക്കും വില കുറഞ്ഞിട്ടുണ്ട്. ഒരു ബ്രാൻഡ് തേയില എടുക്കുക, ഇതുപോലെ നിങ്ങൾക്ക് പാക്ക് ഒരു ഫുൾ ബോക്സ് എടുത്തിട്ട് നിങ്ങൾ ഫുൾ ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ചെടുക്കാനായിട്ട്. അതേസമയം ഒരു ഡീലറിനെ, ഓപ്ഷൻ ഡീലർ അല്ല, ഓപ്ഷൻ ഡീലർ, അതായത് ലേലക്കാരനെ സമീപിച്ച് തേയില എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും. അതേസമയം ഒരു ഡീലറിനെ സമീപിച്ച്, ഇപ്പൊ ഞാനൊരു ഓപ്ഷൻ ഡീലറിന്റെ അടുത്ത് നിന്ന് ഞാൻ തേയില എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ പാക്കറ്റ് ആക്കുന്നു, എന്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഒരു ഫുൾ ബോക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഞാനൊരു ഓപ്ഷൻ ഡീലർ അല്ല, അല്ലെ? അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്ഷൻ ഡീലറിന്റെ അടുത്ത് നിന്ന് ഞാൻ വാങ്ങിച്ചതിനേക്കാളും 10 രൂപയുടെ കൂട്ടിയായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. കാരണം ഞാനൊരു ഓപ്ഷൻ ഡീലർ അല്ല, അതുകൊണ്ട് ഓപ്ഷൻ ഡീലറിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ നേരിട്ട് എടുക്കുന്ന ആ ഒരു വില എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. 10 രൂപ കൂടുതലായിരിക്കും എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ. അതേസമയം നിങ്ങൾ ഓപ്ഷൻ ഡീലറിനെയാണ് സമീപിച്ചെടുക്കുന്നതെങ്കിലോ 10 രൂപ നിങ്ങൾക്ക് കുറവായിരിക്കും കിട്ടുന്നത്. ഇതുപോലുള്ള പാക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഫുൾ പാക്കറ്റുകളൊക്കെ ആയിട്ട് 5 കിലോയുടെ ഒക്കെ നല്ല നല്ല പാക്കറ്റുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ ഞാൻ മുൻ വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതുപോലെ ഒരു സീലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീൽ ചെയ്ത് പാക്ക് ചെയ്തൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലത്തെ ഒരു സീലിംഗ് മെഷീൻ ആണ് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം. ഇതുപോലുള്ള പാക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതുപോലത്തെ ഒരു സീലിംഗ് മെഷീൻ. അപ്പൊ ഇതൊരു സീലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ 2026 ഈ വർഷം, അതായത് ഇപ്പൊ ഏപ്രിൽ മാസം കഴിഞ്ഞിപ്പോ മെയ് മാസം തുടങ്ങി. അപ്പൊ ഈ ഒരു മെയ് മാസത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക ലൂസ് തേയിലയ്ക്ക് നന്നായിട്ട് വില കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ മുതൽ മുടക്കിലൊക്കെ ബിസിനസ് ചെയ്യാനായിട്ട് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു സമയം തന്നെയാണ്. ചേച്ചിമാരായാലും പ്രവാസികളായാലും ആരായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇതുപോലെ തന്നെ തേയില പാക്ക് ചെയ്ത് പാക്കറ്റുകളൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഒന്ന് ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.